സമോസയും ജിലേബിയും ആരോഗ്യത്തിന് ഹാനികരമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലഘുഭക്ഷണങ്ങളിലെ എണ്ണയും കൊഴുപ്പും പഞ്ചസാരയും സംബന്ധിച്ച് ബോർഡുകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. ലഡു, വടാപാവ്, പക്കോട എന്നിവയെല്ലാം സൂക്ഷ്മ പരിശോധനയിലാണ് എന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2025 ആകുമ്പോഴേക്കും 44.9 കോടിയിലധികം ഇന്ത്യക്കാർ അമിതഭാരമുള്ളവരാകുമെന്നാണ് കണക്കുകൾ. ഈ കണക്കുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കൈവശമുണ്ട്. നഗരപ്രദേശങ്ങളിലെ മുതിർന്നവരിൽ 5-ൽ ഒരാൾക്ക് അമിതഭാരം. അങ്ങനെ അമിതഭാരം, പ്രമേഹം, കൊളസ്ട്രോൾ അടക്കം വലിയ രൂപത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ത്യയിലുള്ള ആളുകൾ നേരിടുന്നുണ്ട് എന്ന് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കയ്യിൽ കണക്കുണ്ട്. ആ കണക്കുകൾ പ്രകാരം കണക്ക് വർദ്ധിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും. അതുകൊണ്ട് സ്വാഭാവികമായും കർശനമായ നടപടികളും നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകണം. ഇത് AIMS, നാഗ്പൂരിലെ AIMS ആണ് ഇക്കാര്യത്തിൽ ഒരു കർശന നിർദ്ദേശം വേണമെന്ന ആവശ്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുമ്പ് വെക്കുന്നത്. ആ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ക്യാൻറ്റീനുകളിലും കഫറ്റീരിയകളിലുമെല്ലാം ഈ ബോർഡുകൾ സ്ഥാപിക്കണം. ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ അത് വളരെ ഗൗരവമുള്ളതാണ്. ആ ബോർഡ് നമുക്കറിയാം, സിഗരറ്റ് വലിക്കുന്നവർക്ക് ഇതിൽ സിഗരറ്റ് ആരോഗ്യത്തിന് ഹാനികരം എന്ന ബോർഡ് വെക്കാറുണ്ട്. ആ ബോർഡ് കുറച്ചും കൂടി ഗൗരവകരമാണ്. ആ ബോർഡ് നിർബന്ധമായും പാലിക്കണമെന്നും അത് തിയേറ്ററിലടക്കം വെക്കണമെന്നും പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ക്യാൻറ്റീനുകളിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ കഫറ്റീരിയകളിലുമെല്ലാം നിർബന്ധമായും ഈ ബോർഡുകൾ ഉണ്ടാകും. അതായത് ഇത് നിരോധനമല്ല എന്ന് കേന്ദ്ര സർക്കാർ ആദ്യം തന്നെ പറയുന്നുണ്ട്. സമൂസയും പക്കോടയും ലക്ഷ്മിയൊന്നും വിഷമിക്കേണ്ട, പിന്നെ ഇത് നിരോധിക്കുന്നില്ല, ഇതൊന്നും നിരോധിക്കാൻ പോകുന്നില്ല. പക്ഷേ സമൂസയും ജിലേബിയും ആദ്യഘട്ടത്തിൽ ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ള ബോർഡുകൾ നിർബന്ധമായും എല്ലായിടത്തും വെക്കും. അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇത് നിരോധനമല്ല. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, വകുപ്പുകൾ എന്നിവയുടെ ക്യാൻറ്റീനുകളും കഫറ്റീരിയകളും ഇത് വെക്കാനാണ് നിർദ്ദേശം. ലഘുഭക്ഷണങ്ങളിലെ എണ്ണയും കൊഴുപ്പും പഞ്ചസാരയും സംബന്ധിച്ച്, അതായത് ഈ ബോർഡുകൾ വെച്ചാൽ മാത്രം പോരാ, നമ്മൾ കഴിക്കുന്ന ലഘുഭക്ഷണങ്ങളിലെ എണ്ണ, കൊഴുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, അത് എണ്ണ, കൊഴുപ്പ്, പഞ്ചസാര, ഇതിൽ കർശനമായ നിർദ്ദേശം ഈ ബോർഡുകളിൽ ഉണ്ടാകണം. എന്താണ് സമൂസയിലും ഈ പക്കോടയിലും ഒക്കെ അടങ്ങിയിരിക്കുന്നത്, ജിലേബിയിലും ഒക്കെ അടങ്ങിയിരിക്കുന്നത് എന്ന കാര്യം ജനങ്ങൾക്ക് അറിയണം. ലഡു, വടാപ്പാവ് എല്ലാം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സൂക്ഷ്മ പരിശോധനയിലാണ്. ഉടൻ തന്നെ അത് സംബന്ധിച്ച് നിർദ്ദേശം വരും. സിഗരറ്റിന് നൽകുന്ന മുന്നറിയിപ്പ് പോലെ തന്നെ സമൂസയ്ക്കും ജിലേബിക്കും മുന്നറിയിപ്പ് നൽകണം. സിഗരറ്റ് എത്രത്തോളം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്നുണ്ടോ അതേപോലെ തന്നെ അതേ നിർദ്ദേശം തന്നെ ഇതിനും ഉണ്ടാകണം. ഏറ്റവും ഇതിൽ ആളുകൾ എന്താണ് കഴിക്കുന്നതെന്ന് അറിയാൻ അവർക്ക് അർഹതയുണ്ട്, അവരത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നറിയാനും അവർക്ക് അർഹതയുണ്ട്. അതുകൊണ്ട് ഓരോ സമൂസയിലും ഓരോ ജിലേബിയിലും അടങ്ങിയിരിക്കുന്ന എണ്ണയും കൊഴുപ്പിനെയും സംബന്ധിച്ച് വിശദമായി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ അത് അറിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന എണ്ണയും കൊഴുപ്പും പഞ്ചസാരയും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് അറിയുമ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നായിരിക്കും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കരുതുന്നത്.